ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് നിതീഷ് ബാലചന്ദ്രൻ. CPO പരീക്ഷ ഇങ്ങെത്തി. ഇനി നിസ്സാര ദിവസമേ നമ്മുടെ മുന്നിലുള്ളൂ. ഈ നിസ്സാര ദിവസം കൊണ്ട് സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് എങ്ങനെ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാമെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നമുക്കറിയാം, സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്ര മാർക്കാണ് പരീക്ഷയ്ക്കുള്ളത്? 20 മാർക്കാണ് പരീക്ഷയ്ക്കുള്ളത്. ഓക്കെ, അത് IPC ഉണ്ട്, CRPC ഉണ്ട്, എവിഡൻസ് ആക്ട് ഉണ്ട്, ബോക്സോ ഉണ്ട്. ഇതെല്ലാം കൂട്ടിയാണ് 20 മാർക്ക് നമുക്ക് ലഭിക്കുന്നത്. ഇതിൽ ഏതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാം, ഒരു 10 മുതൽ 12 മാർക്ക് മാക്സിമം നമുക്ക് നേടാമെന്ന് നമുക്കിന്ന് നോക്കാം. ഓക്കെ, ഇനിയും പഠിച്ചിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികൾക്ക് ഇനി പഠിച്ചു തുടങ്ങിയാൽ നമുക്ക് എന്തായാലും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നോക്കാം, പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണ് നോക്കേണ്ടത് നമുക്ക് നോക്കിപ്പോവാം. ശ്രദ്ധിക്കുക, IPC ഉണ്ട്. നമുക്കറിയാം IPC 4 മാർക്കാണ് IPCക്ക് ചോദിക്കുന്നത്. എത്ര മാർക്കാണ്? 4 മാർക്കാണ് IPCക്ക് ചോദിക്കുന്നത്. ഓക്കെ, അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഏത്? 82. ഓക്കെ, 82 എന്താണ് പറയുന്നത്? ഓക്കെ, 82 പറയുന്നു, 7 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടി ചെയ്യുന്നതൊന്നും കുറ്റകരമല്ല എന്ന് പറയുന്നതാണ് ഏത്? 82. 7 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടി ചെയ്യുന്നതൊന്നും കുറ്റകരമല്ല എന്ന് പറയുന്നതാണ് ഏത്? 82. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ്. ഒരു സെക്ഷൻ പഠിച്ചേ നമ്മള് 82. നെക്സ്റ്റ് 83 ഇൻ അക്കോർഡൻസ് ആയിട്ട് പഠിച്ചു. എന്താണ്? 7 വയസ്സിനും 12 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടി ചെയ്യുന്നതൊന്നും കുറ്റകരമല്ല. ഓക്കെ, നമ്മൾ ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം, പൊതുവായ ഒഴിവാക്കലുകൾ എന്ന ഭാഗത്താണ് നമ്മൾ ഇതാ പഠിച്ചു പോകുന്നത്. ഓക്കെ, അപ്പോൾ 82 പഠിച്ചു, 83 പഠിച്ചു. 82 എന്തായിരുന്നു? 7 വയസ്സിന് താഴെ പ്രായം. ഓക്കെ, 83 7 to 12 രണ്ടെണ്ണം പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് പിന്നെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഏത്? ഒഫൻസ് അഗൈൻസ്റ്റ് ബോഡി. അതിൽ പറയുന്നത് 299. ഓക്കെ, അതെന്തായാലും നോക്കണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. എന്ത്? കുറ്റകരമായ നരഹത്യ. ഏതാണ്? കുറ്റകരമായ നരഹത്യ. എന്താണ് കുറ്റകരമായ നരഹത്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരാളെ അറിയാതെ ഇപ്പോൾ എങ്ങനെയെങ്കിലും അയാളെ ഒരു കൊലപാതകം അല്ല, ഒരാളെ ഇടിച്ചിട്ട് കൊന്നു. ഓക്കെ, അപ്പോൾ ഒരാൾ മരിച്ചുപോയി, അതൊരു കുറ്റകരമായ നരഹത്യയാണ്. ഓക്കെ, പക്ഷെ 300 പറയുന്നതോ കൊലപാതകം. 300 കൊലപാതകം. എന്താണ് രണ്ടും തമ്മിൽ വ്യത്യാസം? കൊലപാതകം എന്ന് പറയുമ്പോൾ ആസൂത്രണം ചെയ്ത് കൃത്യമായ നമ്മൾ ആസൂത്രണം ചെയ്ത് ചെയ്യുന്നതാണ് ഏത്? കൊലപാതകം എന്ന് പറയുന്നത്. കൾപ്പബിൾ ഹോമിസൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കുറ്റകരമായ നരഹത്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ മരിച്ചുപോയി, പക്ഷെ നമ്മൾ മനഃപൂർവ്വം കൊല്ലണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല, പക്ഷെ അയാൾ മരിച്ചുപോയി. അതാണ് എന്ത്? 299 300 തമ്മിലുള്ള വ്യത്യാസം. 4 പഠിച്ചേ. 4 മാർക്കാണ് IPC എന്നുള്ളത്. ഇപ്പൊ തന്നെ നമ്മൾ 4 പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, പ്രധാനമായിട്ടും ഈ സെക്ഷനുകൾ പഠിക്കാണ്ട് കണ്ടന്റ് മനസ്സിലാക്കുക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ IRBയുടെ പരീക്ഷയ്ക്ക് എന്താണ് മോഷണം, അങ്ങനെയൊക്കെയാണ് ചോദിച്ചു പോയത്. ഓക്കെ, അപ്പൊ മേ ബി ചോദിക്കാം എന്താണ് കുറ്റകരമായ നരഹത്യ, എന്താണ് കൊലപാതകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ നമ്മൾ പ്രാപ്തരായിരിക്കണം. അപ്പൊ 2 പഠിച്ചു, അവിടെ തന്നെ 2 പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രമായിട്ട് നമ്മൾ നോക്കുന്നുള്ളത് എങ്ങനെ എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാം. അതാണ് നമ്മൾ ഇവിടുത്തെ ലക്ഷ്യം. 375 റേപ്പ്. 375 ഇപ്പൊ റെലവെന്റ് ആയിട്ട് നടക്കുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ, അതുകൊണ്ട് എന്താണ് റേപ്പ്? 375. എന്താണ് 375 റേപ്പ്? എന്താണ് റേപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടിയുടെ സമ്മതമില്ലാതെ ചെയ്യുന്ന അല്ലെങ്കിൽ സമ്മതത്തോടു കൂടി ചെയ്യുന്ന പ്രവൃത്തിയാണ് ഏത്? റേപ്പ് എന്നത് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഒരു വിവാഹം കഴിച്ചിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത്, യുവതി എന്ന് പറയുന്നത് 15 വയസ്സിൽ താഴെ പ്രായമുള്ള യുവതിയാണെങ്കിൽ ആ കുട്ടിയുടെ സമ്മതത്തോടു കൂടി ചെയ്യുന്ന ലൈംഗിക വീഴ്ചയും എന്തായിട്ടാണ് അറിയപ്പെടുന്നത്? റേപ്പ് ആയിട്ട് അറിയപ്പെടുന്നു. ആ ഒരു നിർവചനം പഠിച്ചേ മതിയാവുള്ളൂ. കാരണം വെച്ചാൽ IPS പുസ്തകത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. എങ്ങാനും നിർവചനം ചോദിച്ചാൽ നമ്മൾ എഴുതാൻ പഠിച്ചില്ലേ? അതെ, അപ്പൊ 375 പഠിച്ചു, അതിന് നിർവചനവും പഠിച്ചു. എളുപ്പമല്ലേ? അതും കഴിഞ്ഞു. പിന്നെ നോക്കേണ്ടത് നമ്മൾ എന്താണ്? തെഫ്റ്റ്. എന്താണ് മോഷണം? IRBയുടെ ചോദ്യമായിരുന്നു എന്ത്? തെഫ്റ്റ്. തെഫ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഒരാള് നമ്മൾ അറിയാതെ നമ്മുടെ എന്തെങ്കിലും വസ്തു എടുത്തുകൊണ്ട് പോകുന്നു. ഇപ്പൊ എൻ്റെ ബാഗിൽ നിന്നും എൻ്റെ പേഴ്സ് ഞാൻ അറിയാതെ ഒരാൾ എടുത്തുകൊണ്ട് പോകുന്നു. അതാണ് എന്ത്? മോഷണം അല്ലെങ്കിൽ കളവായിട്ട് അറിയപ്പെടുന്നത്. നമ്മൾ അറിയാതെ നമ്മുടെ കയ്യിൽ നിന്നും നമ്മുടെ സാധനം എടുത്തുകൊണ്ട് പോകുന്നതാണ് എന്ത്? മോഷണമായിട്ട് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി എന്താണ് അപഹരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭയപ്പെടുത്തി അപഹരിക്കൽ അല്ലെങ്കിൽ തട്ടിപ്പറിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ അറിഞ്ഞുകൊണ്ട് ഇപ്പൊ നമ്മുടെ മാല പൊട്ടിക്കൊണ്ട് പോകുന്നു. ഓക്കെ, നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല, നമ്മൾ മാല പൊട്ടിക്കുന്നത് നമ്മൾ അറിയില്ല. നമ്മൾ അറിഞ്ഞുകൊണ്ട് വഴി കൂടി നടന്നു പോകുമ്പോൾ 2 പേരും എന്നെ മാല പൊട്ടിച്ചുകൊണ്ട് പോകുന്നു. ഞാൻ അറിഞ്ഞുകൊണ്ടല്ലേ അവർ പൊട്ടിക്കുന്നത്. അതാണ് എന്ത്? ഭയപ്പെടുത്തി അപഹരിക്കൽ അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോകുന്നു. തട്ടിക്കൊണ്ടുപോകണമല്ല, ഭയപ്പെടുത്തി അപഹരിക്കൽ അല്ലെങ്കിൽ പിടിച്ചു പറിക്കൽ എന്നുകൊണ്ട്
അർത്ഥമാക്കുന്നത്. ക്ലിയർ ആയല്ലോ? അറിഞ്ഞിരിക്കുക. അപ്പോൾ കളവും പഠിച്ചു, പിടിച്ചു പറയും എന്താണും പഠിച്ചു. രണ്ടിൻ്റെയും എന്താണ് ഡെഫിനിഷൻ നമ്മൾ പഠിച്ചു വെക്കുക. കാര്യം വെച്ചാൽ കഴിഞ്ഞ പരീക്ഷയ്ക്ക് അതാണ് ചോദിച്ചത്. ക്ലിയർ ആയല്ലോ? അതും പഠിച്ചു IPCയിൽ നിന്നും. പിന്നെ നോക്കേണ്ടത് എന്താണ്? CRPC 3 മാർക്കാണ് CRPCയിൽ നിന്നും ചോദിക്കുന്നത്. ഓക്കെ, CRPC കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയറിൽ നിന്നും എന്താണ് 3 മാർക്ക് ചോദിക്കുന്നു. ഓക്കെ, അതിൽ പ്രധാനപ്പെട്ട നിർവചനങ്ങൾ പഠിക്കണം. ഓക്കെ, എന്താണ് ബൈലബിൾ ഒഫൻസ്? അതിൽ സെക്ഷൻ 2 ക്ലോസ് A പറയുന്നുണ്ട്. ബൈലബിൾ ഒഫൻസ് എന്താണ്? ജാമ്യം അനുവദിക്കാവുന്ന കുറ്റങ്ങളെയാണ് എന്ത് ബൈലബിൾ ഒഫൻസുകളായിട്ട് പറയപ്പെടുന്നത്. പിന്നെ സമൻസ് കേസുകൾ പഠിക്കണം. 2 ക്ലോസ് W എന്താണ്? W 2 ക്ലോസ് W പറയുന്നു സമൻസ് കേസുകൾ. എന്താണ് സമൻസ് കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാറന്റ് ഇഷ്യൂ ചെയ്യാത്ത അല്ലാത്ത കേസുകളെയാണ് എന്ത് സമൻസ് കേസുകൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ തൊട്ടടുത്ത കാര്യം കൂടി പഠിച്ചോ. X പഠിക്കുക, വാറന്റ് കേസ്. അപ്പൊ അതും പഠിച്ചു. 3 ഇവിടെ തന്നെ പഠിച്ചായി. 2 ക്ലോസ് A എന്താണ്? ബൈലബിൾ ഒഫൻസ്. 2W എന്താണ്? സമൻസ് കേസ് പഠിച്ചു. എന്താണ്? 2X എന്താണ്? വാറന്റ് കേസ് പഠിച്ചു. അവിടെ തന്നെ 3 ഇപ്പൊ തന്നെ പഠിച്ചു കഴിഞ്ഞു നമ്മള്. ഓക്കെ, നിസ്സാര സമയം കൊണ്ട്. നെക്സ്റ്റ് സമൻസ് ആൻഡ് വാറന്റുകൾ. ഓക്കെ, അതിൽ 62 സമൻസ് ഹൗസ് സർവ്ഡ്. എങ്ങനെയാണ് സമൻസ് ഇഷ്യൂ ചെയ്യുന്നത് അത് നോക്കണം, ഇമ്പോർട്ടന്റ് ആണ്. സെക്ഷൻ 62 എങ്ങനെയാണ് സമൻസ് ഇഷ്യൂ ചെയ്യുന്നത്? ഇന്ന ദിവസം ഇന്ന നേരത്ത് കോടതിയിൽ ഹാജരാവണമെന്ന് പറഞ്ഞുകൊണ്ട് പുറപ്പെടുവിക്കുന്നതാണ് ഏത് സമൻസ് എന്ന് പറയുന്നത്. സമൻസ് പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ അത് ഹാജരാവാൻ അതാണ് പുറപ്പെടുവിച്ച ആള് കോടതിയിൽ ഹാജരാകുവാൻ നിർബന്ധിതനാണ്. ഓക്കെ, അയാളെ കണ്ട് തന്നെ വേണം സമൻസ് ബോധിപ്പിക്കാനായിട്ട്. 2 പകർപ്പുണ്ടാവും സമൻസിന്. ഒരെണ്ണം പോലീസുകാരൻ്റെ കയ്യിലും മറ്റേ പകർപ്പിൽ അയാൾ ഒപ്പിട്ട് മേടിച്ചിരിക്കണം സമൻസ് കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ. ഓക്കെ, അതാണ് സമൻസിനെ കുറിച്ച് സെക്ഷൻ 62 പറയുന്നത്. അപ്പൊ സമൻസ് എന്താന്ന് പഠിച്ചു, സെക്ഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇത്ര വേഗം കൊണ്ട് തന്നെ. ഓക്കെ, നെക്സ്റ്റ് പഠിക്കേണ്ടത് എവിഡൻസ് ആക്ട് ആണ്. ഓക്കെ, 2 മാർക്കാണ് എവിഡൻസ് ആക്ടിൽ നിന്ന് ചോദിക്കുന്നത്. എത്ര ലോ ഉണ്ട് പഠിക്കാനായിട്ട്? സെക്ഷൻ 4 സെക്ഷനേ പഠിക്കാനുള്ളൂ. ഓക്കെ, ഒരു അരമണിക്കൂർ കൊണ്ട് ഈ 4 പഠിക്കാൻ പറ്റില്ല? നമുക്ക് പഠിക്കാൻ പറ്റും. അരമണിക്കൂർ കൊണ്ട് ഈ 4 പഠിക്കാൻ പറ്റും. എന്ത്? എവിഡൻസ് ആക്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഓക്കെ, ജസ്റ്റ് ചെറുതായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. സെക്ഷൻ 45 ഒപ്പീനിയൻ ഓഫ് എക്സ്പേർട്ട്. ഓക്കെ, വിദഗ്ധന്മാരുടെ അഭിപ്രായങ്ങളെ കുറിച്ച് പറയുന്നതാണ് ഏത്? സെക്ഷൻ 45. എന്തെങ്കിലും ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഓക്കെ, ഇപ്പൊ ഫോറൻസിക്കാരൊക്കെ വരില്ലേ, പിന്നെ 2 കൈപ്പടയിൽ എന്തെങ്കിലും ആൾക്കാർ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് മാച്ച് ചെയ്ത് നോക്കുക, ഒരാൾ തന്നെയാണ് അത് എഴുതിയത്, അങ്ങനെയൊക്കെ നോക്കാനായിട്ട് വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ തേടില്ലേ, അതാണ് എന്ത് പറയുന്നത്? ഒപ്പീനിയൻ ഓഫ് എക്സ്പേർട്ട് 45 പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് 4 പഠിക്കാൻ പറ്റും നമുക്ക്. അരമണിക്കൂർ കൊണ്ട് 2 മാർക്ക് നമുക്ക് അവിടെ നിന്ന് ലഭിച്ചു. ക്ലിയർ ആയല്ലോ? ഓക്കെ, നെക്സ്റ്റ് കേരള പോലീസ് ആക്ട്. ഓക്കെ, കേരള പോലീസ് ആക്ട് എന്ന് പറയുമ്പോൾ എന്താണ്? 3 മാർക്കാണ് KP ആക്ടിൽ നിന്നും ചോദിക്കുന്നത്. ഓക്കെ, KP ആക്ടിൽ ഇമ്പോർട്ടന്റ് ആയ കാര്യം എന്ന് പറയുന്നതാണ് ഏത്? കമ്മ്യൂണിറ്റി പോലീസിംഗ്. 64 പറയുന്നു എന്താ? കമ്മ്യൂണിറ്റി പോലീസിംഗ്. എന്താണ് കമ്മ്യൂണിറ്റി പോലീസിംഗ് എന്ന് പറയുന്നത്? ഏതെങ്കിലും ഒരു പ്രത്യേക പ്രദേശത്ത് ആളുകൾ എന്തെങ്കിലും സ്ഥിരമായി വന്ന് മദ്യപിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പൊതുജനങ്ങൾക്ക് ശല്യം ഉണ്ടാക്കുന്നുണ്ടോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കമ്മ്യൂണിറ്റി പോലീസിംഗ് രൂപീകരിക്കുന്നു. ഓക്കെ, ഈ കമ്മ്യൂണിറ്റി പോലീസിംഗിൽ ആരൊക്കെ ഉണ്ടാവണം? അവിടുത്തെ ആ പ്രദേശത്തെ എന്താണ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ പ്രൈവറ്റ് ജോലിയിൽ വർക്ക് ചെയ്യുന്നവരോ അവരുണ്ടാകണം. പിന്നെ സ്ത്രീകൾ ഉണ്ടായിരിക്കണം. SC ST പ്രതിനിധികളും അതിൽ ഉണ്ടായിരിക്കണം. ഇതിൽ ആർക്കൊക്കെ അംഗത്വം പാടില്ല? VRS വോളണ്ടിയർ റിട്ടയർമെന്റ് എടുത്തവർ പാടില്ല. പിന്നെ കോടതി ശിക്ഷിച്ചവർ, ജയിൽ ശിക്ഷ അനുഭവിച്ചവർ പാടില്ല. എന്നിവരൊന്നും എന്തിൽ പാടില്ല? ഈ ഒരു കമ്മ്യൂണിറ്റി പോലീസിംഗിൽ പാടില്ല. അപ്പൊ അവിടെ പഠിച്ചേ നമ്മള് കമ്മ്യൂണിറ്റി പോലീസിംഗ് എന്താന്ന് പഠിച്ചു, സെക്ഷനും പഠിച്ചു. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് KP ആക്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതും ക്ലിയർ ആയി. നെക്സ്റ്റ് പഠിക്കുന്നു NDPS. NDPS ആക്ട് എന്താണ്? 1985 NDPS ആക്ട് നിലവിൽ വരുന്നത്. ഓക്കെ, എത്ര മാർക്കാണ്? 2 മാർക്കാണ് NDPS ആക്ടിൽ നിന്നുള്ളത്. എത്ര മാർക്കാണ്? 2 മാർക്കാണ് NDPS ആക്ടിൽ നിന്നുള്ളത്. ഓക്കെ, അതിലാകെ 6, 7, 8 പഠിക്കാനുള്ളൂ. ഓക്കെ, അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര മാർക്ക് ലഭിക്കാം? നമുക്ക് 2 മാർക്ക് സിമ്പിൾ ആയിട്ട് നേടാം. അതും ഒരു അരമണിക്കൂർ കൊണ്ട് വെറുതെ നോക്കി പോയി കഴിഞ്ഞാൽ ഇത് മൊത്തം പഠിച്ച് തീരാവുന്നതേ ഉള്ളൂ നമുക്ക്. അതും കഴിഞ്ഞു. പിന്നെയുള്ളതാണ് പോക്സോ. പോക്സോ എത്രയാണ്? 2 മാർക്കാണ് പോക്സോ. പോക്സോയ്ക്ക് എപ്പോഴും എല്ലാ പരീക്ഷയ്ക്കും പ്രധാനമായിട്ടും ചോദിക്കുന്ന ഒരു കാര്യമാണ്. കുട്ടികൾ എന്ന് പറയുന്നത് എത്ര വയസ്സിന് താഴെ പ്രായമുള്ളവരെയാണ്? എത്ര വയസ്സിനാണ്? 18 വയസ്സിന് താഴെ പ്രായമുള്ളവരെയാണ് കുട്ടികൾ എന്ന് പറയപ്പെടുന്നത്. പിന്നെ എന്താണ് പോക്സോ നിലവിൽ വരുന്നത്? 2012 നിലവിൽ വരുന്നത്. അത് ഒരു തവണ അമെൻഡ് ചെയ്തു. അമെൻഡ് ചെയ്യപ്പെട്ട വർഷമാണേത്? 2019 അമെൻഡ് ചെയ്യപ്പെട്ടത്. ഓക്കെ, അത്രയും പഠിച്ചു കഴിഞ്ഞാൽ കൃത്യമായ കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട്. വ്യക്തമായി എപ്പോഴും ചോദിക്കുന്ന കാര്യങ്ങൾ എല്ലാം നോക്കിപ്പോയിട്ടുണ്ട്. പോക്സോന്ന് 2 മാർക്ക് അവിടെ നിന്നും ലഭിക്കും നമുക്ക്. പിന്നെ IT ആക്ട്. ഓക്കെ,
ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 2 മാർക്ക്. ഏറ്റവും പ്രധാനമായിട്ടും ചോദിക്കുന്നതാണ് ഏത് 66F സൈബർ ടെററിസം. ഓക്കെ, എപ്പോഴും ചോദിച്ചു പോകുന്ന കാര്യമാണ് 66F എന്താണ് സൈബർ ടെററിസം എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ആകെ ഒരു 2 മാർക്കിന്റെ കാര്യത്തിൽ അതൊക്കെ ചോദിക്കാറുള്ളൂ. വേറെ കൃത്യമായിട്ടൊന്നും വേറെ ഒന്നും അങ്ങനെ ചോദിച്ച് കാണാറില്ല അതിൽ നിന്നും, ഇത്രയും കാര്യങ്ങളിൽ നിന്നും. അടുത്ത റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005. ഇത് പഠിച്ചു കഴിഞ്ഞാൽ എത്ര മാർക്ക് ലഭിക്കും? 2 മാർക്ക് ഇവിടെ നിന്നും ലഭിക്കും. ആകെ 3-4 പഠിക്കാനുള്ളൂ. ഓക്കെ, പ്രധാനമായിട്ടും ഇതിൽ നിന്നും ചോദിക്കുന്നത് ഇതിന്റെ വർഷമാണ് കേട്ടോ ചോദിച്ചു പോകുന്നത്. ഓക്കെ, അപ്പൊ അത് പഠിച്ചു കഴിഞ്ഞാൽ 2 മാർക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിട്ടും. ശ്രദ്ധിച്ചേ, മൊത്തം 212 നിയമമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത് പഠിച്ചു കഴിഞ്ഞാലാണ് എന്ത് 20 മാർക്ക് ലഭിക്കുന്നത്. ഞാൻ പറഞ്ഞ ഈ രീതിക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഒരു 10 മുതൽ 12 മാർക്ക് വരെ നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, എല്ലാവരും IPCയിലും CRPCയിലും തന്നെ തൂങ്ങിക്കിടക്കാതെ താഴത്തേക്ക് വരിക. താഴത്തേക്ക് വരുമ്പോൾ IT ആക്ട് കണ്ടില്ലേ, സോറി ഇൻഫർമേഷൻ ആക്ട് കണ്ടില്ലേ, 4 പഠിക്കാനുള്ളൂ. IT ആക്ടോ പ്രധാനപ്പെട്ടത് പറഞ്ഞു തന്നു, എവിഡൻസ് ആക്ടോ പറഞ്ഞു തന്നു, പോക്സോയും പറഞ്ഞു തന്നു, ഇതൊക്കെ പഠിക്കാനായിട്ട് ഒരു അരമണിക്കൂർ, 2 മണിക്കൂർ, 1 മണിക്കൂറൊക്കെ മതി. ഓക്കെ, CRPCയും IPCയുമാണ് എല്ലാവർക്കും സമയമെടുക്കുന്നത്. ഓക്കെ, അതിൽ വേണ്ട കാര്യങ്ങളെല്ലാം പ്രത്യേകമായിട്ട് നോക്കേണ്ടതും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഈ വിധം പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഉറപ്പായിട്ടും തന്നെ റാങ്ക് ലിസ്റ്റിൽ കയറുന്നതായിരിക്കും. നമുക്ക് ഡെയിലി കറണ്ട് അഫയേഴ്സ് കിട്ടാനായിട്ട് ഒരു ചാനൽ ഉണ്ട് ടെലഗ്രാമിൽ. അതിന്റെ ലിങ്ക് നമുക്ക് താഴെ പിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ LDC വരാനിരിക്കുന്ന 2024 LDCയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മിഷൻ LDC എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ബാച്ച് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും, ആവശ്യമുള്ളവരെല്ലാവരും അതിൽ ജോയിൻ ചെയ്യുക. നമുക്ക് മുന്നിൽ തന്നെ ഒരു 100 റാങ്ക് അല്ലെങ്കിൽ 50 റാങ്കിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് എല്ലാവർക്കും മേടിക്കാൻ സാധിക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി കാണാം. താങ്ക്